ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. മുരിങ്ങയില കറിക്ക് ആവശ്യമായ നമുക്ക് തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയെടുത്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 6 ചുവന്നുള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും നമുക്ക് ചേർക്കാം. ഒരു 1/2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് ഇത് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത നമ്മുടെ തേങ്ങ അരപ്പ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു പിടി പരിപ്പെടുത്ത് അത് കുതിർത്തിയിട്ട് നമുക്കിത് കഴുകി ക്ലീൻ ചെയ്ത് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ചെറിയ ഒരു തക്കാളിയും 4 പച്ചമുളക് നടുകീറിയതും നമുക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു തവി വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അരച്ചെടുത്ത നമ്മുടെ തേങ്ങ അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ മുരിങ്ങയില നമുക്കിതിലേക്ക് 2 പിടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആകെ 2 പിടി മാത്രം മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് തിള വരാൻ വെയിറ്റ് ചെയ്യാം. 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കി ഇളക്കി യോജിപ്പിച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കി ഉപ്പിട്ട് വേണമെങ്കിൽ കൊടുക്കാം. എനിക്ക് ഉപ്പ് കുറവുള്ളതിനാൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ മുരിങ്ങയില കറി ഒന്ന് താളിക്കാം. അതിനായി നമുക്കൊരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കടായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്കിത് മുരിങ്ങയില കറിയിലേക്ക് ഒഴിച്ച് താളിക്കാം. അങ്ങനെ വളരെ രുചികരമായ നമ്മുടെ മുരിങ്ങയില കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ രുചികരമായ ഒരു മുരിങ്ങയില കറിയാണിത്. ചോറിനൊപ്പം കഴിക്കാൻ സൂപ്പറാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കേ, അടുത്ത വീഡിയോയുമായി കാണാം വീണ്ടും. ഓക്കേ.